ഞാൻ അമ്മയുടെ കുർത്തയാണ് എടുത്തിട്ട്. ഇത് കാലി ബോട്ടിലാണ്. ഇതെൻ്റെ 3rd ബോട്ടിലാണ് ഇത്. നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഇൻട്രോ എനിക്ക് വേണം എന്നുള്ളത്. പക്ഷെ ഞാൻ അതിനകത്ത് സെലക്ട് ചെയ്തത് നമസ്കാരം എന്നുള്ളതായിരുന്നു. ബട്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കാം, ഇഗ്നോർ ചെയ്യാം, വേറെ നിവർത്തിയില്ല. ഇവിടെ ഇത് റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടി പോവും. പിന്നെ അപ്പോൾ നമ്മൾ നമസ്കാരം എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈക്ക ഹോളുണ്ട്, ഫ്ലിപ്കാർട്ട് ഹോളുണ്ട്. ഫ്ലിപ്കാർട്ട് ഹോൾ ആക്ച്വലി എനിക്ക് ഓരോന്നും അങ്ങനെ ഇട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കത്തില്ല ഇത്. ഇട്ട് കാണിക്കുന്ന വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ചെയ്യാം കേട്ടോ. അത് മേ ബി ഷോർട്സ് ആയിട്ടോ അല്ലാണ്ടോ ഒക്കെ ഇടാൻ നോക്കാം, ട്രൈ ചെയ്യാം. അപ്പോൾ ബൈ ദ വേ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അയ്യോ ഞാൻ ഓൾറെഡി എഴുതി വെക്കണമായിരുന്നു. ബിക്കോസ് ഓഫർ പ്രൈസ് ഇതിനകത്ത് ഉണ്ടാവില്ല. ഇതിനകത്ത് അവരുടെ ആക്ച്വൽ പ്രൈസ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നൈക്കയിൽ ഇപ്പോൾ പിങ്ക് സമ്മർ സെയിൽ നടക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഓഫേഴ്സോട് കൂടി തന്നെ നമുക്ക് സാധനങ്ങൾ മേടിക്കാം. ബഞ്ച് ഓഫ് നൈക്ക സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റീപർച്ചേസ് ചെയ്ത ഐറ്റംസ് ഉണ്ട്. പിന്നെ അപ്പോൾ ഓക്കെ, നമുക്ക് പറഞ്ഞ് ഇങ്ങനെ ആക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ ഫ്ലിപ്കാർട്ടിൻ്റെ ആണ്. ഇത് 1 2 3 4 5 6 7 8 9. ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അപ്പോഴപ്പോഴായിട്ട് മേടിക്കുന്നത് ഉണ്ടാവുമല്ലോ, അപ്പോഴപ്പോഴായിട്ട് മേടിക്കുന്നുണ്ടാവും. അല്ലാണ്ടുള്ളത് ഒരുമിച്ച് മേടിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഓൾറെഡി ഞാൻ ഇതിൽ 2 ഐറ്റംസ് അൺബോക്സ് ചെയ്തു. കാരണം എനിക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റ് റിവ്യൂ നിങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്നുണ്ട്. അപ്പം നൈക്കയുടേത് വന്നിട്ട് പൊട്ടിക്കാത്ത ഒരു ബോക്സേ ഉള്ളൂ. പിന്നെ ഞാൻ പൊട്ടിച്ചതിൽ വന്നിട്ട് ഒരു 4 ഐറ്റം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒന്നിത് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ മിസലർ വാട്ടർ, പിന്നെ ഒരു ടോണിക്, എഗെയിൻ ടോണറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു ടിൻ്റാണ്. ഓക്കെ, വേർത്ത് കുടിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൊട്ടിക്കാത്ത ഈ സാധനം പൊട്ടിച്ച് നോക്കാം. ഇതിൽ ഞാൻ 4 ഐറ്റം ഓർ 1 2 3 ഐറ്റംസ് എന്തോ ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 വന്നോ എന്ന് എനിക്കറിയില്ല. ഇത് ഇന്ന് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡെലിവറി ഐറ്റംസ് എല്ലാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. പക്ഷേ കയ്യിൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അതായത് അന്നേ ദിവസം കിട്ടിയാലും മിഡ്നൈറ്റൊക്കെ എനിക്കിപ്പം കൊറിയർ വന്നത്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ സംടൈംസ് തിക്കിരച്ച് വെച്ചേക്കുന്ന പോലെയുണ്ട്. എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മര്യാദയ്ക്ക് ഇത് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വലിച്ച് കയറിയിട്ട്. ദിസ് ഇസ് സൺസ്ക്രീൻ. ഓരോ ഐറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. ഓ മൈ ഗോഡ്. ഓക്കെ, മേ ബി അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് വരുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പൊട്ടിച്ച ഐറ്റം ഇത് റീപർച്ചേസിങ് ഐറ്റമാണ്. ഇത് എൻ്റെ ആക്വാലോജിക്കയുടെ സൺസ്ക്രീനാണ് കേട്ടോ. 2 മേടിച്ചു ഞാൻ. 2 മേടിക്കാൻ കാരണമൊന്നുമില്ല, 2 മേടിച്ചു അത്രയും. ഗ്ലോ സൺസ്ക്രീൻ, പപ്പായ ആൻഡ് വിറ്റമിൻ സിയുടെ ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീനാണിത്. ഇതെനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്ത സമയത്ത് ഐ വാസ് സോ ഹാപ്പി. കാരണം ഒരു പ്രോപ്പർ സൺസ്ക്രീൻ എനിക്ക് ചില സമയം
ചില സമയമൊന്നുമല്ല, എനിക്ക് എപ്പോഴും സ്വെറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു സൺസ്ക്രീൻ കണ്ടെത്താൻ പറ്റിയിട്ടേ ഇല്ല. അപ്പം ദിസ് വൺ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാൻ അത്യാവശ്യം അടിക്കാണ്ടിരിക്കാനൊക്കെ അത് നല്ല ഹെൽപ്പ് ചെയ്യും. സ്വെറ്റിങ് വരില്ല. ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വേറൊരു സൺസ്ക്രീനിലേക്ക് സ്വിച്ച് ചെയ്തത്. അതെനിക്ക് തോന്നുന്നു അത് പിന്നെ ഫാർമസിയിൽ മാത്രം കിട്ടുന്ന സാധനമായതുകൊണ്ട് എല്ലായിടത്തും അത് അവൈലബിളും അല്ല. സോ ഇല്ലെങ്കിൽ ക്ലിനിക്കിലേക്ക് പോയിട്ട് മേടിക്കേണ്ടി വരും. ഓക്കെ, ഇത് SPF 50+, PA+++, UVA UVB ഉള്ള ഒരു അടിപൊളി സൺസ്ക്രീനാണ്. പിന്നെ വാട്ടർ ലോക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഗൈസ്. ഇത് ഐ വിൽ ഷോ യു. പിങ്ക് സമ്മർ സെയിൽ നടക്കുമ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റിയ ടൈമാണ്. ഐ തിങ്ക് 10 to 12 എന്ന് വരെ ഉള്ളതെന്ന് ഞാൻ മറന്നുപോയി. ലിമിറ്റഡ് ഡേയ്സ് മാത്രമേ ഉള്ളൂ ഓഫർ. ഇപ്പോൾ വാങ്ങാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊള്ളുക. ഇത് ആക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് നൈറ്റ് ജെല്ലാണ്. പപ്പായ ആൻഡ് വിറ്റമിൻ C ബ്രൈറ്റൻ പ്ലസ് ഹൈഡ്രേറ്റ്. ഓ മൈ ഗോഡ്, ഇത് 50 ഗ്രാം ഉണ്ട്. ഇത് ഫ്രീ തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടും, നമുക്ക് അറിയാമല്ലോ. ഒരു മിനി ആയിരിക്കും, ഞാൻ അങ്ങനെ വിചാരിച്ചുള്ളൂ. അതിൻ്റെ ഗ്രാം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വർത്താണ്. വേണയിൽ കയറി വാങ്ങിക്കോ. ആക്വലോജിക്കയുടെ ഒരു സൺസ്ക്രീൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫുള്ളുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഈ നൈറ്റ് ജെല്ല് ഞാൻ വാങ്ങിയിട്ടേ ഇല്ല. നൈറ്റ് ജെല്ല് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഓക്കെ, ഞാൻ ഇവിടെയാണ് അപ്ലൈ ചെയ്തത്. ലുക്ക് അറ്റ് ദ ഗ്ലോ. നല്ല ഗ്ലോ ഇല്ലേ? ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഒരു ജെൽ, നമ്മൾ അലോവേര ജെല്ലൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്. വാവ്, ഭയങ്കര കുത്തുന്ന സ്മെല്ലല്ല. ഞാൻ കഴിയുന്നതും, പക്ഷെ ഇതിനൊരു മണമുണ്ട്. ഞാൻ കഴിയുന്നതും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒരിക്കലും ഇങ്ങനെ മണമുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പം തന്നെ വെക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇന്നൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇവിടെ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് എനിക്ക് കിട്ടിയൊരു സാധനമാണ്. ഇതൊരു മസ്കാരയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം തരുന്ന ഒരു മസ്കാരയാണിത്. എസെൻഷ്യൽ എന്തോ ആണ് പേര്. പക്ഷെ അത് നൈക്കയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നൈക്കയിൽ നിന്നാണ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം തന്നെ വാങ്ങുന്നത്. ബിക്കോസ് അതാകുമ്പോൾ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും. മറ്റതൊക്കെ എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും ആമസോൺ അങ്ങനെ പറയാനില്ല. ട്രസ്റ്റ് ചെയ്ത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് മേടിക്കാൻ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഓക്കെ, ഇതിൻ്റെ പാക്കേജിങ് അത്ര രസമൊന്നും ഇല്ല കേട്ടോ. പാക്കേജിങ് കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു ബോക്സിലെങ്കിലും ഇടായിരുന്നു. മസ്കാര എല്ലാവരും ഭയങ്കര അഡിക്റ്റഡ് ആയിരിക്കില്ലേ? ഞാൻ മസ്കാര അഡിക്റ്റഡാണ്. ഞാൻ എന്നും ഐലൈനർ എഴുതിക്കൊണ്ട് പോകുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ മസ്കാര ഇല്ലാണ്ട് ഞാൻ എങ്ങും പോകാറില്ല. ചെറുതായിട്ടെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ നൈക്ക തുടങ്ങിയ എല്ലാ, മിന്ത്ര ഓൾസോ, എല്ലാത്തിലും ഇപ്പോൾ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എനിക്ക് സാധനങ്ങൾ കിട്ടിയത്. ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല.
പക്ഷേ ഇതെനിക്ക് കിട്ടിയ 499 410 എനിക്ക് കിട്ടിയത്. ഓക്കെ, ഇതൊരു പിങ്ക് കളറിലാണ് വരുന്നത്. പിങ്ക് കളറിലാണ് വരുന്നത്. പ്രൊഡക്റ്റ് അല്ല കേട്ടോ, ഇതിൻ്റെ പാക്കറ്റ്. എസൻസ് എന്ന് പറയുന്ന അവരുടെ ക്രേസി ഓളിയം മസ്കാരയാണ് ഇത്. ഞാനിതിന് ഭയങ്കര വെയിറ്റഡ് ആയിരുന്നു ഞാൻ ഇത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാനിത് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ തനി മലയാളി ഇല്ലേ, അതിൽ തനി മലയാളീൻ്റെ എന്താ പറയുക, ഐശ്വര്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെന്തോ ലാസ്റ്റ് ഡേ ഷോപ്പിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് അവരെടുത്തപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഐശ്വര്യ പറയുന്നുണ്ടായിരുന്നു, എസൻസിൻ്റെ മസ്കാര അടിപൊളിയാണ്, നല്ല വോളിയം തരുന്നുള്ളത്, അടിപൊളിയാണ് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടുമ്പോൾ അഫ്കോഴ്സ് എന്തായാലും ഉപകാരപ്രദം ഉണ്ടായിരിക്കും, എനിക്ക് വേസ്റ്റായി പോയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ബ്രഷൊക്കെ അടിപൊളിയാണ്. കാണാൻ പറ്റുന്നുണ്ട്, ഇത് ഫോക്കസ് ആവുന്നില്ല. പറ്റുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്ലൈ ചെയ്ത് നോക്കാം. ഭയങ്കര ചൂടായതുകൊണ്ടില്ലേ മസ്കാരയുടെ ഒരു മണം. ഞാൻ അമ്മയുടെ കുർത്തയാണ് എടുത്തിട്ട്. ഫേസ് ഇങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. ക്യാമറ നോക്കിയിരുന്ന് എനിക്ക് ചെയ്യാൻ അറിയില്ല. സെക്കൻഡ്. ഓക്കെ, ഞാൻ സീരിയസ്ലി അടിപൊളിയായിട്ടല്ലേ? സീ ദ ഡിഫറൻസ്. ഇവിടെ ഇങ്ങനെ ലോങ്, ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നല്ല ലോങ് ആയിട്ടില്ലേ? കണ്ണടച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. താഴെ ഞാനൊന്ന് എഴുതിയിട്ട് വരാം, ഞാനൊന്ന് മിറർ നോക്കി എഴുതിയിട്ട് പെട്ടെന്ന് വരാം, എന്നിട്ട് ഈ രണ്ട് കണ്ണിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഐ തിങ്ക് ഞാൻ ഇനിയിപ്പോൾ ഇതിലായിരിക്കും സ്റ്റിക്ക് ഓണായി നിൽക്കുക. ഞാൻ കുറേ അധികം എൻ്റേതായിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സിലും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഭയങ്കര സ്റ്റിക്ക് ഓൺ ആവുന്ന ആളാണ് കേട്ടോ. പുതിയ ഒന്ന് പോയി ട്രൈ ചെയ്യാനൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തിരുന്നത് ലാക്മേയുടെ ആണ്, ലാക്മേ ഓർ മെബ്ലിൻ, അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുറേ നാൾ, വർഷങ്ങൾ, ഇയേഴ്സായിട്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്നൊക്കെ മാറി ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം മേടിച്ചിട്ട് ഇത് വേർത്താണ് ഗൈസ്, സൂപ്പർ. ഐലാഷസ് ഇല്ല എന്ന് വിചാരിച്ച് എക്സ്റ്റൻഷൻ വെക്കുന്നവരാണെങ്കിലും അല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഉള്ളൊരു പരിഹാരമാണ് ഇത്. എസൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്രേസി ഓളിയം മസ്കാര. ദിസ് വൺ ഈസ് ഓസം. സീ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ണിങ്ങനെ അടുത്തോട്ട് വിടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? കണ്ടോ ഡിഫറൻസ്? നോക്കിക്കേ, ഈ കണ്ണിൽ ഞാൻ വിങ്സ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ഈ കണ്ണിൽ ഒന്നും തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഒരു 2-3 കോട്ട് നമ്മളിങ്ങനെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ കണ്ണടച്ചാണ് ചേരാം, കാണുന്നുണ്ടോ? നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര വേർത്തായിട്ടാണ് തോന്നുന്നത്. ഇത് ആക്ച്വലി യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ റീപർച്ചേസ് ചെയ്ത നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇത് കാലി ബോട്ടിലാണ്. എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ടോണറാണ്
ജ്യൂസി കെമിസ്ട്രിയുടെ നമ്മുടെ ഈ ടോണർ, ഹൈഡ്രേറ്റിംഗ് ആൻഡ് ബ്രൈറ്റനിങ് ടോണറാണ്. ഇതിൻ്റെ ശരിക്കുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയണം. ഇതെവിടേക്ക് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് പൊടിയായിട്ടുണ്ട്. ഓക്കെ, ഇത് 4 ബോട്ടിലാണ്. ഇതെൻ്റെ 3rd ബോട്ടിലാണ് ഇത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേരാം. ടോണർ ചില ഐറ്റംസ് ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങളും യൂസ് ചെയ്ത് നോക്കിട്ടോ, അടിപൊളിയാണ്. ഓക്കെ, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ 3rd ബോട്ടിലാണ്. ഇത് ഞാൻ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ സൈറ്റിൽ ഞാൻ ഇതിൻ്റെ ഓഫർ കണ്ടത്. ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും പ്രോഡക്ട്സ്, സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങുമ്പോഴത്തേക്കും അവരുടെ വെബ്സൈറ്റിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം എപ്പോഴും ചില സമയത്തൊക്കെ അവർക്ക് ഓഫേഴ്സ് അതിൽ തന്നെ ഉണ്ടാവും. ബെറ്റർ ഓഫേഴ്സ്, അതായത് ഇങ്ങനെയുള്ള ആപ്പിൾ, നൈക്ക പോലുള്ള സാധനങ്ങളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ഓഫർ അതിലുണ്ടാവും. അപ്പോൾ ഈ ടോണർ ഞാൻ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്, എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടോണർ മേടിക്കുന്നത്. പിന്നെ അഹാന കൃഷ്ണയുടെ കയ്യിലുള്ള ടോണർ ഇതാണ് കേട്ടോ, ഓർഗാനിക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ടോണർ നമുക്ക് എങ്ങനെയാണ് സ്പ്രേ കൈൻഡിലാണ് പറഞ്ഞത്. ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒട്ടും വേസ്റ്റ് ചെയ്യാത്ത ആളാണ്. ഇപ്പം ഇങ്ങനെ അടിച്ചപ്പോൾ തന്നെ എനിക്ക് റിഗ്രറ്റിങ് തോന്നുന്നു. അതെൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾക്ക് വേണ്ടി മാത്രം. ഓക്കെ, നന്നായിട്ട് സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യും. സ്പെഷ്യലി ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഓയിലി സ്കിന്നുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇത് വർക്കാവും. അത്രയും അടിപൊളിയാണ്. കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും. ഞാൻ കോമ്പിനേഷൻ സ്കിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നൈക്കയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ ലെനേജിൻ്റെ ഈ ഒരു ക്രീം സ്കിൻ ടോണറാണ്. ഇതെനിക്ക് ഇയേഴ്സ് അഗോ, ഐ തിങ്ക് ഒരു 4 years ago ഞാനിത് യൂസ് ചെയ്യുമായിരുന്നു. അടിപൊളിയാണ്, ഇതും അടിപൊളിയാണ്. പിന്നെ ഒരു മിൽക്കി കൈൻഡ് ഓഫ് ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇനി കുറച്ച് വരാനുണ്ട്. നമ്മുടെ മെബിലൻ്റെ ഒരു സാധനം വരാനുണ്ട്. അല്ലാണ്ട് എന്തോ 2 സാധനങ്ങളും കൂടി വരാനുണ്ട്. അപ്പോൾ അതല്ലാണ്ട് കാണിക്കാം കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും എനിക്ക് വീഡിയോ എടുക്കാൻ പിന്നെ ഡിലേ ആവും. അത് വരാൻ കുറച്ച് ലേറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ്. ഇത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഗാർണിയറിൻ്റെ മിസെല്ലാർ വാട്ടറാണ്, ക്ലെൻസിങ് വാട്ടറാണ്. അപ്പോൾ എനിക്കിനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതെന്നെ ഹെൽപ്പ് ചെയ്യും എന്നാണ് തോന്നുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കാണ്ട് സ്ക്രീനിൽ നോക്കി പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഉള്ളത് ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്മിത്തെന്ന് വന്നിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സാണ്. ഇതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ടോണർ അഡിക്റ്റഡ് ആയത്. എനിക്ക് ടോണർ കുറച്ച് യൂസ് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പൗച്ചാണ് കേട്ടോ. അത്ര വലിയ ക്വാളിറ്റി ഉണ്ട്. വാങ്ങണമെങ്കിൽ എന്തായിരുന്നാലും കാശ് കൊടുത്താലല്ലേ കിട്ടും. ഓക്കെ, ഇതാണ് പൗച്ച്. ഈ ഒരു ലെങ്തേ ഉള്ളൂ കേട്ടോ. ഇത്ര ഈ കൈൻ്റെ ഇത്ര ആ ഒരു ലെങ്തിനുള്ള ഒരു പൗച്ചാണത്. റെഡ് കളർ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഞാൻ ഇതിൽ യൂസ് ചെയ്ത് നോക്കാത്തത് ഐ തിങ്ക് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഷാംപൂ ആണ്, ഹെയർ ഫോൾ കൺട്രോളിങ് ഷാംപൂ. പക്ഷെ ഇത് എനിക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. യൂസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഞാൻ റിവ്യൂ പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ വന്നിട്ട് സിമ്പിൾ എന്ന് പറയുന്ന ഫേസ് വാഷാണ്. അതിൻ്റെ ഒരു ചെറിയ ട്യൂബ്, അതും ഇത്രയൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ. അതിൻ്റെ പകുതിയും ഉണ്ടാവില്ല. അതാ ഇവിടെ തൊട്ട് കാണുന്നുണ്ട്, ഇവിടെ തൊട്ട് ഇത്രയും ഉണ്ടാവും. അപ്പോൾ ഇതെനിക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ പേര് ഇതിനെക്കുറിച്ചിട്ട് നല്ല റിവ്യൂസ് പറയുന്നുണ്ട്. ഭയങ്കര ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് വാഷാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കിഷ്ടമായി. ഞാൻ 1 time യൂസ് ചെയ്ത് നോക്കി.
സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയതുകൊണ്ടാണ് ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് യെസ്റ്റർഡേ ഞാനത് യൂസ് ചെയ്ത് നോക്കുകയും ചെയ്തു. അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ടോണർ. ഈ ടോണറും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതുപോലെ അടച്ചു വെച്ചതാണ്. നിങ്ങളെ കാണിക്കാമല്ലോ, പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ പോർ ടൈറ്റനിങ് ടോണറാണ്. നോക്കാം. ഞാൻ ഇന്നലെ നോക്കിയിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇന്നലെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ നിങ്ങളെ കാണിക്കാമല്ലോ. ഇതൊരു 20 ml ആണ് വരുന്നത്. ശരിക്കും വാട്ടറി ആയിട്ടുള്ളൊരു ടോണർ. ഞാൻ വാട്ടറി ആയിട്ടുള്ള ടോണർ എന്ന് പറയാൻ കാര്യം, ടോണർ പല ടൈപ്പിലുണ്ട്. മിൽക്കി ആയിട്ട് വരുന്ന ടോണേഴ്സ് ഉണ്ട്, അല്ലാണ്ടുള്ള മിൽക്കി പ്ലസ് ക്രീമി ആയിട്ടുള്ളതുണ്ട്, പിന്നെ വാട്ടറിൽ വരുന്നതും ഉണ്ട്. ഇത് ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ അടിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര സ്മെല്ലാട്ടോ, ഒരു വല്ലാത്തൊരു കൈൻഡ് ഓഫ് സ്മെല്ല്. അധികം സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടോണർ അല്ല ഡോട്ട് ആൻഡ് കീ എന്ന് പറയുന്നത്. ഭയങ്കര മണം. ഒരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് സ്മെൽസ് ഇല്ലേ, അങ്ങനത്തെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒരിക്കലും ഇത് വർക്കാവില്ല. എനിക്ക് യൂസ് ചെയ്ത് ഇന്നലെ നോക്കിയപ്പോൾ ഓക്കെ ടോണറായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ മേടിക്കണം എന്നുള്ളവർക്ക് മേടിക്കാം. എന്നെപ്പോലെ തലവേദന അല്ലെങ്കിൽ അങ്ങനത്തെ സ്മെല്ലുള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് മേടിക്കാൻ പറ്റില്ല. ഓക്കെ, ലാസ്റ്റ് വൺ അല്ല, നെക്സ്റ്റ് വൺ വന്നിട്ട് റെനയുടെ സ്റ്റേ വിത്ത് മീ എന്ന് പറയുന്ന മിനി ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ആക്ച്വലി സൂപ്പർവായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ലിപ്പിൽ ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാം. ഓക്കെ, നല്ല പാക്കേജിങ് ആണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ്. ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം പോയില്ലേ, ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു കേട്ടോ. നല്ലൊരു പിങ്ക് കളറാണ്, പ്യുവർ പീച്ച് പിങ്ക് ഇല്ലേ, എന്ന് പറയുമ്പോൾ ഒരു പീച്ച് കൈൻഡ് ഓഫ് പിങ്ക്, ആ ഒരു കളറിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കോറൽ എന്ന് പറയുന്ന കളറാണ്. ഇതിപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഇത് തീർന്നു കഴിയുമ്പോൾ ഇത് റീപർച്ചേസ് ചെയ്യേണ്ട എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. എനിക്ക് സ്മിത്തെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒറ്റ ഐറ്റമേ ഉള്ളൂ, അതിതാണ്. പിന്നെ സിമ്പിളും ഇഷ്ടപ്പെട്ടു. സോറി, ഒറ്റ ഐറ്റല്ല, 2 ഐറ്റം ഇഷ്ടപ്പെട്ടു. ദ നെക്സ്റ്റ് വൺ വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ നൈറ്റ് ജെല്ലാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എടുക്കാൻ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എടുത്തതാണ്. ഇതിൻ്റെ സൈസ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ലിപ് സ്ലീപ്പിംഗ് മാസ്കോ അതോ ലിപ് ബാമോ അതിൻ്റെ ആ സെയിം സൈസില്ലേ, അത്ര തന്നെയുള്ളൂ. 15 ml ആണ് ഉള്ളത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ സംടൈംസ് നമുക്ക് ഭയങ്കര, ഞാനിത് ഇന്നലെ യൂസ് ചെയ്തു കേട്ടോ, അതാണ് ഇത്ര കാണുന്നത്. ഞാനൊരു മാസ്ക് പോലെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അതെനിക്ക് എൻ്റെ നൈറ്റ് സ്കിൻ കെയറിൽ എനിക്ക് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങാൻ മാത്രം എനിക്ക് ട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഇതൊരു മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാനാണ് തോന്നിയത്. അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റും. മാസ്ക് തന്നെയാണിത്, മാസ്ക് അല്ല, നൈറ്റ് ജെല്ലാണ്. നൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കാൻ നല്ലതായിരിക്കും. ഈ ആലോവേര ജെല്ലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. ചിലരൊക്കെ അത് മാസ്ക് പോലെ യൂസ് ചെയ്യാറുണ്ട്, നൈറ്റ് ജെല്ല് പോലെ ഇട്ടുകൊണ്ട് അപ്ലൈ ചെയ്ത് കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സാധനമാണിത്. അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാവും ഉണ്ടാവുക. ഇത് അത്രയും അങ്ങനെ ഒരു നൈറ്റ് ജെല്ലായതുകൊണ്ട് ഇത് ഒത്തിരി എങ്ങനെ ഒബ്സർവ് ആവുന്നത് വരെ അങ്ങനെ ചെയ്യണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ കിടക്കാം. ഇത് പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് തന്നെ അബ്സോർവ് ആയി പോകുന്നതാണ് ഞാൻ കണ്ടത്.
ഓക്കെ. ആൻഡ് ഞാനിത് പിന്നെ ഒരു വെയിൽ യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ ഗോഷ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് മസാജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവും. ഞാൻ വെള്ളം മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഭയങ്കര എന്താ പറയുക, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നാം, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര നന്നായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന പോലെ തോന്നി. അതായത് ഇത് വെച്ചിട്ട് നമ്മൾ ഗോഷ വെച്ച് മസാജ് ചെയ്യുന്നു, ദെൻ ഒന്ന് ഡ്രൈ ആവുന്നു തോന്നുമ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ട് ചെയ്തിരുന്നു. കാരണം എനിക്കിതൊരു മാസ്ക് പോലെ എനിക്ക് യൂസ് ചെയ്യാനാണ് ഇഷ്ടം തോന്നിയത്. നൈറ്റ് ജെല്ലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. വേണമെങ്കിൽ നമുക്ക് നൈറ്റ് ജെല്ലായിട്ട് യൂസ് ചെയ്യാം. എനിക്ക് കണ്ടിട്ട് അലോവേര ജെൽ ഒരു മാസ്ക് പോലെ ഇത് കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ടിരുന്നാൽ ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ഇടാൻ പറ്റുമെങ്കിൽ ഇത് സ്കിന്നിനെ കുറച്ചുകൂടി ഒന്നൊരു മാസ്ക് ചെയ്യുന്ന ഒരു കാര്യം ഇത് ചെയ്യും എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇറ്റ്സ് ഡൺ വെരി വെൽ. നന്നായിട്ട് അത് അതിൻ്റെ ഡ്യൂട്ടി ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ഇനി ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ഡ്രസ്സിൻ്റെ നമുക്ക് എന്താ പറയുക, നെക്സ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഡെയിലി ഞാൻ ഇറങ്ങുമ്പോൾ ഈ വീഡിയോ ഇതെന്തായിരുന്നാലും ഞാൻ ഇത്രയും ഡ്രസ്സ് ഇടുന്നുണ്ടാവും ഉടനെ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഇട്ട് കാണിച്ചാൽ മതിയാവും. കാരണം ഇതിപ്പോൾ എന്തായിരുന്നാലും ഞാൻ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിക്കാൻ പറ്റിയ ഐറ്റമാണ്. ഒരു 1 പീസ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു 1 പീസ് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. മിന്ത്രയിലും നല്ല നല്ല ഓഫേഴ്സ് കിടക്കുന്നുണ്ട്. എൻ്റെ പാക്കേജിങ് അത്ര രസമില്ല, പക്ഷേ എങ്ങനെയുണ്ടാവും ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് വരും. ഇത് ഇങ്ങനെയുണ്ട്. ഇത്ര ചെറിയ സ്ലീവിൽ വരുന്ന ഒരു 1 പീസ് ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഫുൾ ലെങ്ത് ആണ് കേട്ടോ. ബട്ടനാണ് വരുന്നത്. ഞാൻ ആക്ച്വലി ബട്ടൺ ഉള്ള ഡ്രസ്സസ് ഞാൻ അങ്ങനെ എടുക്കാറില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇത് ഫുൾ അങ്ങറ്റം വരെയും ബട്ടൺ ആയതുകൊണ്ട് വലിയ വൃത്തികേട് ഉണ്ടാവില്ല. എനിക്കെന്തോ ബട്ടണുള്ള ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ആണ് ഒരു ഡ്രസ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ ടോട്ടലി പറ്റില്ല. ഞാൻ ഇട്ടും കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഞാൻ നേരത്തെ ഇട്ടില്ലേ റെനയുടെ ലിപ്സ്റ്റിക്, ഇതെൻ്റെ റീപർച്ചേസിങ് ഐറ്റംസിൽ വരും. തീർച്ചയായിട്ടും ഞാനിത് പർച്ചേസ് ചെയ്യും. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഈ ടോണറാണ്. ഇതെൻ്റെ 3ാമത്തെ ബോട്ടിലാണ് ടോണർ. ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഒത്തിരി എനിക്കിഷ്ടമായി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ടോണറാണിത്. സ്പെഷ്യൽ തിങ് എന്ന് പറയുന്നത് ഓർഗാനിക് ആയതുകൊണ്ടും വലിയ സ്മെല്ലുള്ള ഒരു ടോണറും അല്ല ഇത്. സോ ഓൾ സ്കിൻ ടൈപ്പാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും സ്കിൻ കെയറിനാണെങ്കിലും ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനമാണ് ഈ ടോണർ എന്ന് പറയുന്നത്. ഈ ടോണറല്ല, ഏതൊരു ടോണറാണെങ്കിലും ഓക്കെ. ആ ടോണർ ചെയ്യുന്ന ഒരു ജോബ് എന്ന് പറയുന്നത്, ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ടോണർ കൊണ്ടുവരിക എന്നുള്ളത്. സോ ഞാൻ ടോണർ ശരിക്കും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 months ആവും. ടോണർ പ്രോപ്പറായിട്ട് എൻ്റെ സ്കിൻ കെയറിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും മുന്നേ ഞാൻ ടോണർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 months ആവേ ഉള്ളൂ. അതിന് മുന്നേ ടോണർ യൂസ് ചെയ്യും, പക്ഷെ അത് ഇത്രയും വലിയൊരു ജോബ് അതിനുണ്ട് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തിട്ടേ ഇല്ല. സോ നിങ്ങളും നിങ്ങളുടെ
ടോണർ ഫസ്റ്റ് സ്കിൻ കെയറിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും മേക്കപ്പിന് മുന്നേ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങാം. ദെൻ ദിസ് വൺ, ഇതും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1900 ആണ്. ബട്ട് ഞാനിത് 810 എന്തോ ആണ് മേടിച്ചത്. നൈക്കയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ലിപ് ബാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതാണ് വരാത്തത്. ഐ തിങ്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് അത് വരും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അല്ലാണ്ട് കാണിക്കാം, ഷോർട്ടായിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ടും ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഉള്ളത്, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പിങ്ക് സമ്മർ സെയിലിൽ നൈക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റിനും, എല്ലാവർക്കും അല്ല, എല്ലാ പ്രൊഡക്റ്റിനും എന്താ പറയുക, ഫ്രീ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഈ സമ്മർ സെയിലാണെങ്കിലും പിങ്ക് ഹോളാണെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെയാണ് പർച്ചേസ് ചെയ്ത് മേടിക്കാറുള്ളത് കേട്ടോ. ഇപ്പം ഞാനൊരു ട്രാവൽ പോകുന്നതുകൊണ്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വേണം. ട്രാവലെല്ലാം വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ച് ഐറ്റംസ് നയിക്കുന്ന മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റീപർച്ചേസിങ് ഐറ്റംസിൽ എനിക്ക് വീണ്ടും എടുത്തു പറയാനുള്ളത് ആക്വലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് എനിക്കറിയില്ല, ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ജോബ് നന്നായി തന്നെ ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. ഐ ലവ് ദിസ് വൺ വെരി മച്ച്. പിന്നെ എൻ്റെ ഈ മസ്കാര ഞാൻ വിടത്തില്ല. മെബിലിനോട് ഞാൻ ഗുഡ് ബൈ പറയാൻ പോവാണ്. ഞാൻ ഈ മസ്കാര തന്നെയായിരിക്കും ഇനി തൊട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. എസൻസ്, ഡോണ്ട് ഫോർഗെറ്റ് എസൻസ്. വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് തരാം കേട്ടോ, കമൻറ്റിൽ ചോദിച്ചാൽ മതി. ദെൻ വേറെന്താ, എൻ്റെ അമ്മ എപ്പോഴും പറയും വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കരുത്. കാരണം വേറൊന്നുമല്ല, ചൂടെടുത്തിട്ട് അവിയാണ് ഇവിടെ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. അതുവരെ ബൈ ബൈ, ടാറ്റ. ഇത് മറ്റേ ചാനൽ പ്രോഗ്രാമിൽ നെക്സ്റ്റ് വീക്കിൽ കാണാം, നെക്സ്റ്റ് ഡേ കാണാം, ബൈ ബൈ ടാറ്റ പറയുന്ന പോലെയില്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും, നെക്സ്റ്റ് വീഡിയോയും കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.